യുദ്ധം തുടരുന്ന കാലത്തോളം സ്വർണം വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. യുദ്ധം കഴിഞ്ഞാൽ സ്വർണ്ണവില കയറുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. സ്വർണം ദീർഘകാലത്തേക്ക് ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഗ്രാം വില 26,000 മുകളിലേക്കും പവൻ വില 2,39,000 എത്തുമെന്നും പ്രവചനങ്ങൾ. സ്വർണത്തിന് ഇതെന്തു പറ്റി? ഓരോ സമയവും ഓരോ മാറ്റങ്ങൾ. യുദ്ധം തുടരുന്ന കാലത്തോളം സ്വർണം വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. യുദ്ധം കഴിഞ്ഞാൽ സ്വർണ്ണവില കയറുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. എന്തായാലും സ്വർണം ദീർഘകാലത്തേക്ക് ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യത. അതായത് ഗ്രാം വില 26,000 മുകളിലേക്കും പവൻ വില 2,00,000 മുകളിലേക്ക് എത്തുമെന്നും പ്രവചനങ്ങളുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് ചെറിയൊരു ആശ്വാസമുണ്ട്. സ്വർണ്ണവിലയിൽ ഇന്ന് വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനുവരി 29 രേഖപ്പെടുത്തിയ പവന് 1,31,160 രൂപ എന്ന റെക്കോർഡ് വില ആരും മറക്കാനിടയില്ല. ഏകദേശം അതിൽ നിന്ന് 15,000 രൂപയുടെ ഇടിവാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവാഹ സീസൺ അടുത്തു വരുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ വിലയിടിവ് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകുന്നത്. എന്തായാലും അന്താരാഷ്ട്ര വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലയും സ്വാധീനിക്കുന്നത്. വരും ദിവസങ്ങളിലും വില താഴേക്ക് പോകുമോ എന്ന് തന്നെയാണ് വിപണിയും ഉറ്റുനോക്കുന്നത്. അതായത് സ്വർണ്ണവില ഇന്ന് വൈകിട്ടോടെയാണ് കുറഞ്ഞത്. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയും കുറഞ്ഞു. ഇതോടെ ഗ്രാം വില 14,490 രൂപയും പവൻ വില 1,15,920 രൂപയുമാണ്. 18 ക്യാരറ്റിന് 40 രൂപ കുറഞ്ഞ് ഗ്രാമിന് 11,905 രൂപയായി. 14 ക്യാരറ്റിന് 9,270 രൂപയും 9 ക്യാരറ്റിന് 5,980 രൂപയുമാണ് വില. ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചത് പവന് 880 രൂപ ഉയർന്ന് 14,540 രൂപയിലായിരുന്നു. 6 ദിവസത്തെ ഇടിവിന് ശേഷമായിരുന്നു ഇന്നത്തെ ഉയർച്ച രേഖപ്പെടുത്തിയത്. എന്നാൽ രാജ്യാന്തര വിലയിൽ തിരുത്തലുണ്ടായത് ഇപ്പോൾ കേരളത്തിലും വിലയിൽ പ്രതിഫലിക്കുകയായിരുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധമാണ് സ്വർണത്തിന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിയാകുന്നത്. സാധാരണ യുദ്ധ സാഹചര്യങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ പെരുമ ഉയരാറാണ് കാഴ്ച. എന്നാൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ പണപ്പെരുപ്പ ആശങ്ക ശക്തിപ്പെട്ടു. ഇത് സ്വർണത്തെ ഉപേക്ഷിച്ച് ഡോളറിലേക്ക് തിരിയാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് വില ഇടിയാൻ കാരണമായതും. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നിവർ ഉൾപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കടുക്കുന്നതിനിടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ US ഡോളറിനെയും ക്രൂഡ് ഓയിലിനെയും ആശ്രയിക്കുന്നതാണ് സ്വർണത്തിന് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതേസമയം ഈ വിലയിടിവ് ഏറെ നാൾ തുടരുമെന്ന് പ്രതീക്ഷ വേണ്ടെന്ന് പറയുകയാണ് സാമ്പത്തിക വിദഗ്ധർ. മാത്രമല്ല വൈകാതെ സ്വർണ്ണവില കുതിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. 2026 അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $6,200 വരെ എത്തുമെന്നാണ് പ്രവചനം. അതായത് സ്വർണ്ണവില വീണ്ടും തിരിച്ചുകയറി തുടങ്ങും. ഏപ്രിൽ ആകുമ്പോഴേക്കും സ്വർണ്ണവില എവിടേക്കെത്തുമെന്നും നോക്കാം. 2026 മുഴുവൻ സ്വർണ്ണവില ഉയർന്ന നിലയിലേക്ക് തുടരുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ഇന്ത്യയിൽ ഇത് 24 ക്യാരറ്റ് 10 ഗ്രാം സ്വർണത്തിന് 1,70,000 രൂപ മുതൽ 2,00,000 രൂപ വരെ എത്താനും സാധ്യതയുണ്ട്. 10 ഗ്രാം വരുന്ന 24 ക്യാരറ്റ് സ്വർണത്തിന് ഏപ്രിൽ ആകുമ്പോഴേക്കും 1,55,000 മുതൽ 1,62,000 രൂപ വരെ പ്രതീക്ഷിക്കാം. 22 ക്യാരറ്റിനാകട്ടെ 1,12,000 മുതൽ 1,18,000 രൂപ വരെ എത്താനും സാധ്യതയുണ്ട്. ഏപ്രിൽ മാസത്തിന് പ്രത്യേകിച്ച് സ്ഥിരതയോ ചെറിയ ഇടിവോ പ്രതീക്ഷിക്കാം. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വിവാഹ സീസൺ അവസാനിക്കുന്നതും മൺസൂൺ തുടങ്ങുന്നതും സ്വർണ്ണവിലയിലെ ഡിമാൻഡ് കുറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നിരുന്നാലും 1,00,000 താഴേക്കൊന്നും അടുത്തൊന്നും സ്വർണ്ണവില എത്തില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.